ഈ ക്രിസ്തുവിനെ അനുഭവിക്കാൻ വേണ്ടിയുള്ള എളുപ്പമാർഗം സഭയിലുള്ളത്. ഒന്ന്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. അങ്ങനെ അധരം കൊണ്ട് ഏറ്റു പറയണതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. നമ്മൾ എന്താണ്? ദൈവം അവന് മരിച്ചുവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇതാണ് വിശ്വാസം വന്നിരിക്കുന്നത്, ഹൃദയത്തിലാണ്. ഇപ്പം അത് റോമ 10:9 ഒരു വല്ലാത്ത വചനമാണ്. അതിലാണല്ലോ ഈ ഉടമ്പടിത്തൈലെല്ലാം വർക്കൗട്ട് ചെയ്യണത്. ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഉടമ്പടിത്തൈലം തേക്കുമ്പോൾ എങ്ങനെയാണ് ആണിരോഗമാണ് പോണത്? അതല്ല പ്രശ്നം. ഉടമ്പടിത്തൈലൊക്കെ ഒരു മീഡിയമാണ്. ആ മീഡിയം ഉപയോഗിക്കണത് എന്താണ്? ഞങ്ങളെ വിശ്വാസപ്രമാണം ചൊല്ലിയും യേശുവിൻ്റെ നാമത്തിലാണ് അത് ആശീർവദിക്കണത്. അപ്പോൾ അത് കർത്താവിൻ്റെ ഒരു വിശുദ്ധ മീഡിയമായിട്ട് പ്രവർത്തിക്കുകയാണ്. സാധാരണ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന വെളിച്ചെണ്ണ പോലെ അല്ലത്. അത് ഈശോയുടെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെന്താ ചെയ്തിരിക്കണത്? ഞങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് കൊണ്ട്, ഇപ്പോൾ എന്താണ് എൻ്റെ കപ്പാസിറ്റി എന്ന് പറയണത്? ഞാൻ ഒരു 21 ലക്ഷം മനുഷ്യരെ കർത്താവിന് വേണ്ടി കൗൺസിൽ ചെയ്തൊരു കപ്പാസിറ്റിയാണ്. പിന്നെ എന്താ കപ്പാസിറ്റി? എൻ്റെ ഒരു നല്ല കാലത്ത് 2004 പരിശുദ്ധ അമ്മ അൾത്താറയിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി മാത്രം ദൈവം എനിക്കൊരു യോഗ്യത തന്നൊരു കപ്പാസിറ്റിയാണ്. ഞാനിത് വലിമയായിട്ട് പറയണതല്ല, ഒരു സാധനം. പക്ഷേ അതിലേക്ക് വന്നത് എന്താണ്? അതിലേക്ക് വന്നത് ദൈവത്തോടുള്ള കുഞ്ഞുനാൾ പോലും കർത്താവിന് മഴയത്താണ് ഞാൻ പള്ളിയിൽ പോകണമെങ്കിലും കുർബാന കൊടുക്കാൻ വേണ്ടി വൈദികരെതിരെ വരികയാണെങ്കിൽ, കുർബാന കൊടുക്കാൻ വേണ്ടിയാണ്, രോഗികളെ കുർബാന കൊടുക്കാനാണ് വൈദികൻ പോകണമെന്ന് കണ്ടാൽ ഞാൻ അവിടെ നനഞ്ഞ മണ്ണിലായാലും മുട്ടയിൽ നിൽക്കും. അതൊരു ബന്ധമാണ് ശരിക്കും. ഇത് പുതുതായിട്ട് അച്ഛനായതിനു ശേഷം ഉണ്ടായൊരു ബന്ധമല്ലത്. അത് നല്ല കത്തോലിക്ക ചൈതന്യമുള്ള പാവപ്പെട്ട മാതാപിതാക്കന്മാർക്ക് ഇന്ന് പകർന്നു കിട്ടിയതാണ്. ഈശോയാണ് പോണത്, നീ മുട്ടയിൽ നിൽക്കണമെന്ന് മാതാപിതാക്കന്മാർ പകർന്നു തന്നതാണ്. ഇന്ന് എല്ലാം നമ്മൾ പകർന്നു കൊടുക്കും മാതാപിതാക്കന്മാർ, യേശുവിനെ ഒഴിച്ച്. അവരെ കുറ്റം മക്കളെ കുറിച്ചൊരു കാര്യമില്ല. നമ്മളെല്ലാം മക്കൾക്ക് പകർന്നു കൊടുക്കും. എന്താണ് നമ്മൾ കൊടുക്കാത്തത്? യേശുവിനെ ഒഴിച്ച്, യേശുവിനെ പകർന്നു കൊടുക്കാൻ നമുക്കറിയണം. അതിനാണ് ഇതുപോലുള്ള ധ്യാനങ്ങൾ നമ്മൾ കൂടുന്നതിൻ്റെ ഉദ്ദേശം. അങ്ങനെ പകർന്നു കിട്ടിയാൽ ദൈവം ഒരിക്കലും ഒരു മനുഷ്യരിൽ നിന്ന് അകന്നു പോകത്തില്ല. ഞാൻ അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, അങ്ങനെ ഞാനത് അറിയാതെയാണെങ്കിലും കർത്താവിൻ്റെ പ്രത്യേക പരിപാലനയിൽ ആ വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്ത്, എന്നിട്ട് ചെറിയ വിശ്വാസത്തിൽ നിന്ന് വലിയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. വലിയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ, സുനാമി നടക്കുമ്പോൾ ഞാൻ ആലപ്പുഴ അന്ധകാരനഴി മുഖത്ത് നിൽക്കുകയാണ്. 2ാമത്തെ സുനാമിക്ക്, 3ാമത്തെ സുനാമി വരാൻ പോകുന്ന റേഡിയോയിൽ ടെലിവിഷനിലും വിളിച്ച് പറയുമ്പോൾ ജനം കിട്ടിയതും പെറുക്കിക്കൊണ്ട്, കൈ കിട്ടിയത് ആട് പശുവിനെയൊക്കെ എടുത്ത് ഓട്ടോറിക്ഷയെ കയറ്റി, ആടിനെയൊക്കെ കയറ്റി, ആടിനെ സൈക്കിളെ വെച്ചൊക്കെ കിട്ടിയതും പെറുക്കൊണ്ട് പോകുന്ന വലിയൊരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്തൊരു കാഴ്ചയാണ്. എങ്ങനെയാണ് അഭയാർത്ഥികൾ പോകുന്നതെന്ന്, എൻ്റെ തീരെ നാട് എങ്ങനെയാണ് ഒഴിഞ്ഞു പോണതെന്ന് നമുക്ക്. അതായത് അവിടെ ആ സമയത്ത് KR ഗൗരിയമ്മ വന്നു, മന്ത്രിയാണെന്നവരെ. അവിടെ ഈ പോലീസും പട്ടാളം എല്ലാം വന്നവിടെ, പോലീസൊക്കെ വന്നു. പക്ഷേ 3ാമത്തെ തിര വരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ഒരു കണക്കിനാണ് മന്ത്രി അവിടെ നിന്ന് പോയത്. പോലീസിനെ കാണാനില്ല. ഞാനതിൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, 3ാമത്തെ തിരയുടെ അവസ്ഥ അറിയാമല്ല, റേഡിയോയിൽ വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു, വേളാങ്കണ്ണി പോലും കടൽ കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മരണ റിപ്പോർട്ടല്ലേ. അന്തരീക്ഷം തന്നെ എല്ലാം മാറിപ്പോയി. നമ്മളിപ്പോൾ കാണുന്ന അന്തരീക്ഷം അല്ലത്. ഭയങ്കര കാർമേഘം കയറി ശീതക്കാറ്റടിച്ചിട്ട് കടലിങ്ങനെ പെരുണ്ട് വരുന്ന ഒരു സംഭവമാണത്. ആ സമയത്ത് 3ാമത്തെ 10:10 3ാമത്തെ വേവ് ഉണ്ടാകണത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുമ്പിലുള്ളത് മദർ തെരേസയുടെ 3 സിസ്റ്റേഴ്സുണ്ട്. ആൾക്കാരൊത്തിരിയുണ്ട്, ഒരു കഥയുമില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ന് നമ്മൾ കാണിക്കുന്ന മസിലില്ലേ, അതിനെക്കൊണ്ട് അടക്കാനേ പറ്റത്തുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒന്നും സംഭവിക്കാത്തോളം കാലം കേമന്മാരാണ്, ഞങ്ങൾ ഭയങ്കര സംഘടനാ പ്രാപകരാണെന്നൊക്കെ പറഞ്ഞില്ലേ. ഒരു വിഷയം വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഞാൻ അങ്ങനെ ആ മനുഷ്യന്മാർ അവിടെ കടപ്പുറത്ത് തടിച്ചു കൂടിയ മനുഷ്യരെ കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. അപ്പോൾ എനിക്കെന്താണ്, എൻ്റെ മുമ്പിൽ മദർ തെരേസയുടെ 3 സിസ്റ്റേഴ്സ് ഉണ്ട്. അവരിതുപോലെ വിഷയം അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്ററെ പെട്ടെന്ന് വരാൻ പറഞ്ഞു. അത് ഞാൻ കടപ്പുറത്ത് നിൽക്കിയിരുന്നു. 3 സിസ്റ്റേഴ്സും ഞാനും കൂടി കടലിലോട്ട് നടന്ന്
ചെന്നിട്ട് അവിടെ മുട്ടിൽ നിന്ന് കൈ കോർത്ത് മുട്ടിൽ നിന്ന്. കാര്യം എൻ്റെ മനസ്സൊരു വചനം ഉണ്ടായിരുന്നു, കടലിനെ ഓടാമ്പരി വഹിക്കണത് കർത്താവാണെന്ന് ജോബ് പറഞ്ഞിട്ടുണ്ടത്. ഞാൻ ആ വചനം അങ്ങനെ തന്നെ എടുത്തു. ഞാൻ പറഞ്ഞു, കർത്താവേ, സമുദ്രത്തിന് ഓടാമ്പൽ വെച്ചത് നീയാണ്. കർത്താവേ, ആ ഓടാമ്പൽ വീണ്ടും തിരിച്ച് വെക്കണേ, ഞങ്ങൾക്കിവിടെ ജീവിക്കണം. അതാണ് പ്രാർത്ഥന, അത്രേ ഉള്ളൂ. പക്ഷെ ആ വാക്കിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വചനമുണ്ട്. വചനമെന്ന് പറഞ്ഞാൽ എന്താണ്? വചനമെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന വാഗ്ദാനമാണ്. ആ വാക്കിൻ്റെ ഉള്ളിലാണ് ദാനമിരിക്കുന്നത്. ക്ഷോഭിക്കുന്ന കടലിനെ പ്രാർത്ഥിക്കാൻ ആ വാക്കിൻ്റെ ഉള്ളിൽ ശാന്തതയുടെ ദാനം ദൈവം വെച്ചിട്ടുണ്ട്. ഈ ശാന്തത വലിച്ചൂരി എടുക്കുന്നതാണ് പ്രശ്നം, വിശ്വാസം. ഈ ശാന്തത എന്താണ്? ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ വചനം എന്താണ്? ഒരു ക്ലെയിമാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ചു കതകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. കതകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. ആർക്കാണ്? സമുദ്രത്തിന്. അപ്പം എന്ത് അധികാരം സൂര്യതാപമാണെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനമാണെന്ന് പറഞ്ഞാലും ഇതിനൊക്കെ കർത്താവിൻ്റെ കയ്യിൽ അതിനൊക്കെ ഒരു നിയന്ത്രണത്തിൻ്റെ ശക്തിയുണ്ട്.